ഒരു ടാപ്പ് വഴി ജലം ടാങ്കിലേക്ക് നിറയ്ക്കാൻ അരമണിക്കൂർ വേണം. മറ്റൊരു ടാപ്പ് വഴി ടാങ്കിലെ ജലം മുഴുവൻ പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ 50 മിനിറ്റ് വേണം. രണ്ട് ടാപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണം? ഇതാണ് വാട്ടർ ടാങ്ക് എന്ന് സങ്കല്പിക്കുക. നമുക്ക് ഇതിൽ രണ്ട് ടാപ്പ് ഉണ്ട്. ഒരു ടാപ്പ് ടാങ്കിൽ വെള്ളം വന്ന് നിറയുന്ന ടാപ്പാണിത്. മറ്റൊരു ടാപ്പ് ടാങ്കിലത്തെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയാനുള്ളതാണ്. നമുക്ക് ഈ ടാപ്പ് അടച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ടാപ്പ് അടച്ചിട്ട് ഇത് മാത്രം തുറന്നാൽ ഇത് അരമണിക്കൂർ കൊണ്ട് വെള്ളം നിറയും, ഈ ടാങ്ക് നിറയും. ഈ ടാപ്പ് പുറത്തേക്ക് പോകണ വെള്ളത്തിൻ്റെ ടാപ്പ് അടച്ച് ഇത് മാത്രം തുറന്നാൽ അരമണിക്കൂർ കൊണ്ട് വെള്ളം നിറയും. ഇനി ഈ ടാപ്പ് അടച്ചിട്ട് ഇത് നിറച്ച് ടാങ്ക് നിറച്ചതിന് ശേഷം ഇത് മാത്രം തുറന്നു കഴിഞ്ഞാൽ ഈ ടാപ്പ് അടച്ച് വെള്ളം നിറച്ചിട്ട് ഈ ടാപ്പ് അടയ്ക്കുക, അതിനുശേഷം ഇത് മാത്രം തുറന്നാൽ 50 മിനിറ്റ് വേണം ഇത് മുഴുവൻ പുറത്തേക്ക് പോകാൻ. 50 മിനിറ്റ് കൊണ്ട് ഇതിലത്തെ വെള്ളം പുറത്തേക്ക് പോകും. നമ്മൾ കാണേണ്ടത് ഈ ടാപ്പും തുറന്ന് വെള്ളം ടാങ്കിലേക്ക് കയറ്റുകയാണെങ്കിൽ എത്ര സമയം വേണം? ഈ പുറത്തേക്ക് പോകുന്ന ടാപ്പ് തുറക്കണം, അപ്പോൾ അതിൽ കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഈ ടാപ്പും തുറക്കണം, ഇത് കൂടെ വെള്ളം ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ രണ്ട് ടാപ്പും ഒപ്പം തുറന്നു വെച്ചാൽ ഈ ടാങ്ക് നിറയാൻ എത്ര സമയം വേണം? നമുക്കിതിന് സൂത്രവാക്യം xy ബൈ എക്സ് മൈനസ് വൈ എന്ന് ഉപയോഗിക്കാം. xy ബൈ എക്സ് മൈനസ് വൈ. ഈ എക്സും വൈയും നമുക്ക് തന്നിട്ടുള്ള രണ്ട് സമയങ്ങൾ, എക്സും വൈയും നമുക്ക് തന്നിട്ടുള്ള രണ്ട് സമയങ്ങൾ. അതിൽ എക്സ് ഇൻറ്റു വൈ അപ്പോൾ എത്രയ്ക്കാണ്? അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റാണ്. ഇൻറ്റു അടുത്ത 50 മിനിറ്റ്. അരമണിക്കൂർ 30 മിനിറ്റ്, അടുത്ത 50 മിനിറ്റ്. അപ്പോൾ 30 ഇൻറ്റു 50 ബൈ, ഇനി കുറയ്ക്കുമ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ വലുതും ചെറുത്. അപ്പോൾ 50 നിന്ന് 30 കുറയ്ക്കുക. 50 മൈനസ് 30. 50 ഇൻറ്റു 30 എത്ര വരും? 1500 ബൈ 50 30 കുറച്ചാൽ 20. നമുക്കൊരു 0 വെട്ടിക്കളഞ്ഞാൽ 150 ബൈ 2 75. നമുക്കിതിലൊക്കെ മിനിറ്റായിട്ട് എടുത്തത് അല്ലേ? അരമണിക്കൂർ പറയുമ്പോൾ അതിനൊക്കെ മിനിറ്റാക്കി എടുത്തു. ഇത് മിനിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ കിട്ടിയത് മിനിറ്റാണ്. 75 മിനിറ്റ്. 75 മിനിറ്റ് പറയാൻ നമുക്കറിയും. ഇതിൽ 60ഉം 15ഉം 15ആണ് 75. 60 പറയുമ്പോൾ 60 മിനിറ്റ് 1 മണിക്കൂറാണ്. പിന്നെ 15 മിനിറ്റും, അതായത് 1.25 മണിക്കൂറാണ് ഉത്തരം. 1.25 മണിക്കൂർ.